ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഗ്രീസിലെ ആഥൻസ് ആൻഡ് സ്പാർട്ട, ഗ്രീക്ക് റോമൻ എംപയറിലെ സ്ലേവറി സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് ഗ്രീസിലെ സ്ലേവ് സിസ്റ്റം എങ്ങനെയായിരുന്നു എന്ന് ഡിസ്കസ് ചെയ്യാം. ഗ്രീക്സിലെ സ്ലേവ് സിസ്റ്റത്തിന് വളരെ ഏൻഷ്യൻ്റ് കാലഘട്ടത്തിൽ തന്നെ, ഏൻഷ്യൻ്റ് പീരീഡിൽ തന്നെ ഗ്രീസിലും അതുപോലെ തന്നെ റോമിലും ഈ അടിമത്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് സ്ലേവ്സിനെ ആദ്യമായിട്ട് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഹൗസ് ഹോൾഡ്, വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ വരുന്ന ആൾക്കാരെ ഒയ്ക്കോസ്, ഹൗസ് ഹോൾഡ് സ്ലേവ്സിനെ ഒയ്ക്കോസ് എന്നൊക്കെയാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഇനി ഗ്രീസിൽ സ്ലേവ്സിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഒയ്ക്കറ്റ്സ്, OIKETS, ഒയ്ക്കറ്റ്സ് എന്ന വേർഡ്. അത് ഹെലനിസ്റ്റിക് കാലഘട്ടത്തിൽ ഈ വേർഡിലാണ് ഗ്രീസിൽ സ്ലേവ്സിനെ, അടിമകളെ പറഞ്ഞിരുന്നത്. ഇനി ഇതിൽ ഒയ്ക്കോഗൻസ് എന്ന് പറയുന്ന വേർഡ്, ഈ ഒരു ഒയ്ക്കോസ് എന്ന വേർഡിൽ നിന്നാണ് ഈ ഒയ്ക്കോഗൻസ് എന്ന വേർഡ് വരുന്നത്. സ്ലേവ്സിൻ്റെ, അടിമകളുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് പറയുന്ന ഒരു വേർഡാണ് ഒയ്ക്കോഗൻസ് എന്ന് പറയുന്നത്. സ്ലേവ് സ്റ്റാറ്റസ് ആസ് എ ഹൗസ് ഹോൾഡ് മെമ്പർ, ഒരു പണിയെടുക്കുന്ന വീട്ടിലെ മെമ്പർ എന്ന നിലയ്ക്ക് സ്ലേവ്സിൻ്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും എന്ന് പറയുന്നതാണ് ഒയ്ക്കോഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻഷ്യൻ്റ് ഗ്രീക്കിൽ സ്ലേവ്സിനെ ഒരുപാട് കാലം മുമ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ ആൻഷ്യൻ്റ് ഗ്രീക്കിൽ തന്നെയാണ് സ്ലേവ്സിനെ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ടും കണക്കാക്കുന്നത്. ഒരു ഹെലനിസ്റ്റിക് പീരീഡിലൊക്കെയാണ് സ്ലേവറിയുടെ ഒരു തുടക്കമായിട്ട് കണക്കാക്കുന്നത്. ആദ്യമായിട്ട് 550 ഫീമെയിൽ സ്ലേവ്സിനെ ഉപയോഗിച്ചിരുന്ന കണക്ക്, അത് മൈസീനിയൻ സൊസൈറ്റിയുടെ കാലഘട്ടത്തിൽ 550 ഫീമെയിൽ സ്ലേവ്സിനെ വീവിങ്ങിന് വേണ്ടിയിട്ട്, തുന്നലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ സ്ലേവറിയിൽ മെന്നിനെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഫീൽഡിൽ ഹൗസ് ഹോൾഡ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമെങ്കിലും ഈ യുദ്ധങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്നവരെ അങ്ങനെയൊക്കെ അവർ ഉപയോഗിക്കുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എഗ്രേറിയൻ എക്കോണമി ആയിരുന്നു അവിടെ നിലനിന്നിരുന്നത് ഗ്രീസിൽ. അപ്പോൾ ഈ എഗ്രികൾച്ചറൽ ഫീൽഡിൽ വേണ്ടിയിട്ട്, തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, കൃഷിക്ക് വേണ്ടിയിട്ട് കൂലിയില്ലാതെ തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പെസൻസിനെ ഇവരിങ്ങനെ ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പിന്നെ ഗ്രീസിലെ സ്ലേവ് മാർക്കറ്റ്സ്, ഗ്രീസിൽ സ്ലേവറി നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അവിടെ ഒരുപാട് അടിമച്ചന്തകൾ, സ്ലേവ് മാർക്കറ്റ്സ് നിലനിന്നിരുന്നത് കൊണ്ടാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്ത്, സ്ലേവ്സിനെ അവർ ഇറക്കുമതി ചെയ്തിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമായിരുന്നു. എവിടെ നിന്നൊക്കെയാണ്? ബ്ലാക്ക് സീ, നോർത്ത് ആഫ്രിക്ക, ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവർ ഈ അടിമകളെ ഇറക്കുമതി ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് നിലനിന്നിരുന്ന 10ഓളം ഇത്തരം സംസ്കാരങ്ങളിലും നാഗരികതകളിലും ഈ ഒരു സ്ലേവറി, നമ്മൾ ചാറ്റൽ സ്ലേവറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാറ്റൽ സ്ലേവറി നിലനിന്നിരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതാണ് ഗ്രീസിലെ ഒരു സ്ലേവറിയുടെ ഒരു ഇതെന്ന് പറയുന്നത്. ദെൻ ആഥൻസിൽ, സ്ലേവറി ഇൻ ആഥൻസ് എന്ന് പറയുമ്പോൾ ഗ്രീസിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് ആഥൻസ്. ഒരു സിറ്റി സ്റ്റേറ്റ്, ക്യാപിറ്റൽ സിറ്റി സ്റ്റേറ്റ് ആയിരുന്നു ആഥൻസ്. 5th to 4th century BCE കാലഘട്ടത്തിൽ തന്നെ അവിടെ ഈ അടിമത്ത സമ്പ്രദായം നിലനിന്നിരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഗ്രീസിൽ ഈ അടിമത്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 594 BCE കാലഘട്ടത്തിലൊക്കെ
ഈ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ലാൻഡ് ലോഡ്സിന് ഭൂപ്രഭുക്കന്മാർക്ക് പണിയെടുക്കാൻ വേണ്ടി ആളുകളുടെ കുറവ് വരുമ്പോൾ പല സ്ഥലത്തു നിന്ന് ആളുകളെ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് അടിമ സമ്പ്രദായം ഗ്രീസിൽ തുടങ്ങുന്നത്. പിന്നെ 6th സെഞ്ച്വറി AD കാലഘട്ടം വരെ 6th സെഞ്ച്വറി CE കാലഘട്ടം വരെ ഇത് വളരെ സുലഭമായി തന്നെ നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ആഥൻസിലും 60,000 മുതൽക്ക് 11,000 സ്ലേവ്സ് വരെ ഉണ്ടായിരുന്നു എന്നുള്ള റെക്കോർഡിക്കൽ എവിഡൻസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ പെലപ്പനേഷ്യ വാർ ഗ്രീസിനെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് പെലപ്പനേഷ്യ വാർ. ഗ്രീസിലെ തന്നെ 2 സിറ്റി സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ആഥൻസും സ്പാർട്ടൻസും തമ്മിൽ 431 to 404 BC നടന്നിട്ടുള്ള യുദ്ധമാണ് പെലപ്പനേഷ്യ വാർ. ഈ പെലപ്പനേഷ്യ വാറിൽ സ്ലേവ്സിനെ ആഥൻസ് ഉപയോഗിച്ചിരുന്നതായിട്ടും ഈ അടിമകളെ നിരത്തിക്കൊണ്ട് യുദ്ധം നടത്തിയതായിട്ടാണ് കണക്കാക്കുന്നത്. ആഥൻസ് അങ്ങനെയാണ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളതെന്ന്. ഈ ഒരു യുദ്ധത്തിൻ്റെ സമയത്തും 20,000 സ്ലേവ്സ് അടിമകൾ ആഥൻസ് വിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഇനി സ്പാർട്ടയിലും മറ്റൊരു ഗ്രീസിലെ സിറ്റി സ്റ്റേറ്റ് ആയിട്ടുള്ള സ്പാർട്ടയിലും ഇത്തരത്തിൽ അടിമ സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. ഹെലോട്രി എന്നാണ് അവിടുത്തെ അടിമത്ത സമ്പ്രദായത്തിന് സ്ലേവറിനെ വിളിക്കുന്ന പേര്. ഹെലോട്രി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നുണ്ടായിരുന്നത്. സ്പാർട്ടൻസ് വിവിധങ്ങളായിട്ടുള്ള യുദ്ധങ്ങളിലൂടെ ലെസോണിയ, മെസീനിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് ഈ സ്ലേവറിയുടെ ഭാഗമായിട്ടുള്ളത്. അവരെയാണ് ഈ ഹെലോട്രി എന്ന് പറയുന്നത്. ഈ സ്പാർട്ടൻ സൊസൈറ്റിയിൽ ഭൂമിയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമ്പ്രദായത്തിനെ ക്ലറോറി എന്നാണ്, KLEROI ക്ലറോയി എന്നാണ് പറയുന്നത്. അതായത് തുല്യതയില്ലാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഒരു ഭൂമി സമ്പ്രദായത്തിനെയൊക്കെയാണ് ക്ലറോയി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ എഗ്രികൾച്ചർ ലാൻഡാണ് ഈ ക്ലറോയി എന്ന് പറയുന്നത്. ഈ ക്ലറോയി എന്ന് പറയുന്ന എഗ്രികൾച്ചർ ലാൻഡ് തുല്യതയില്ലാതെ ലാൻഡ് ലോഡ്സിനും അതുപോലെ തന്നെ അവിടെ പണിയെടുക്കുന്ന ആളുകൾക്കും വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ ഈ സ്ലേവ്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പണിയെടുക്കുന്ന വിഭാഗത്തിൽ യാതൊരുവിധ റൈറ്റ്സും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അവിടെ സ്പാർട്ടയിൽ സ്ലേവറി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഹെലോട്രി സംവിധാനം നിലനിൽക്കുന്നുണ്ടെങ്കിലും കുട്ടികളൊക്കെ സ്ലേവ്സിന് അടിമകൾക്ക് ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ പാരൻസിൻ്റെ കൂടെ നിൽക്കാനുള്ള അവകാശങ്ങൾ, മറ്റുള്ള കുട്ടികളെ പോലെ തന്നെയുള്ള അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്പാർട്ട എന്ന് പറയുന്നത് പൊതുവെ ഒരു മിലിറ്ററി സ്റ്റേറ്റ് ആയിരുന്നു. അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ ആൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി മിലിറ്ററി ചേർക്കുന്ന ഒരു സംവിധാനമുള്ള ഒരു സ്ഥലമാണ് സ്പാർട്ട എന്ന് പറയുന്നത്. ആ ഒരു രീതി തന്നെയാണ് അവിടുത്തെ സ്ലേവ്സിനും ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ലേവറി എന്ന് പറയുന്നത് ഗ്രീസിലെ ആഥൻസ്, സ്പാർട്ട 2 ഇമ്പോർട്ടൻറ്റ് സിറ്റി സ്റ്റേറ്റാണ്. രണ്ടിലും വളരെ കോമൺ ആയിട്ട് തന്നെ നിലനിന്നിരുന്ന ഒന്നാണ്. സ്ലേവറിക്ക് പല പേരുകളായിരുന്നു അറിയപ്പെട്ടിരുന്നത് മാത്രം. ദെൻ ഏൻഷ്യൻ്റ് റോമിൽ, പ്രാചീന റോമിൽ സ്ലേവറി എങ്ങനെയാണ് നിലനിന്നിരുന്നത് നോക്കാം. സ്ലേവറി റോമിൽ ഗ്രീസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്ലേവറി ആയിരുന്നെങ്കിലും അവിടെയും ഉണ്ടായിരുന്നു. റോമൻ നിയമപ്രകാരം സ്ലേവ്സിനെ, അടിമകളെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതിന് അവർ പറയുന്ന ടേം സെർവസ് എന്നാണ്. SERVUS സെർവസ് എന്ന ടേമാണ് അവർ ഈ അടിമകളെ ഒരു പ്രോപ്പർട്ടി ആയി ഉപയോഗിക്കുന്നതിന് പറയുന്ന ടേം. അത് റോമൻ നിയമപ്രകാരം തന്നെ ഉള്ളതാണ്. അതായത് മാസ്റ്ററിൻ്റെ, ഉടമയുടെ അവകാശത്തിൽ പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അടിമ എന്ന് പറയുന്നത്, സെർവസ് എന്ന് പറയുന്നത്. ഇനി സ്ലേവ് പോപ്പുലേഷൻ, റോമിലെ സ്ലേവ് പോപ്പുലേഷൻ ഓരോ കാലഘട്ടത്തിലെ ഓരോ യുദ്ധങ്ങൾ വഴിയാണ് കൂടിക്കൂടി വരുന്നത്. ആദ്യമായിട്ട് ഫസ്റ്റ് പ്യൂണിക് വാർ, റോമിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് ഫസ്റ്റ് പ്യൂണിക് വാർ. 264 BCയിലാണ് അത് നടക്കുന്നത്. ഈ ഫസ്റ്റ് പ്യൂണിക് വാറിലാണ് റോമൻസ് ഒരുപാട് സ്ലേവ്സിനെ പിടിച്ചുകൊണ്ട് വരുന്നത്. ദെൻ സെക്കൻഡ് പ്യൂണിക് വാർ ആയപ്പോഴേക്കും 220 BC കാലഘട്ടത്തിൽ സെക്കൻഡ് പ്യൂണിക് വാർ ആയപ്പോഴേക്കും സ്ലേവ്സിൻ്റെ എണ്ണം ഒരുപാട് കൂടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നെ അഗസ്റ്റസ് സീസർ, റോമിലെ ഭരണാധികാരിയായിരുന്നു അഗസ്റ്റസ് സീസർ. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് 1.5 മില്യൺ സ്ലേവ്സ്, 1.5 മില്യൺ സ്ലേവ്സ് റോമിൽ നിലനിന്നിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി സ്ലേവ്സ് പലപ്പോഴും ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനും അങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കും. സ്ലേവ്സിൻ്റെ എസ്കേപ്സും മാനുമിഷനും ഒരുപാട് നടക്കും. പലപ്പോഴും അവിടുന്ന് പിടിക്കും, അങ്ങനെയാണ്. അപ്പോൾ സ്ലേവ്സിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മാനുമിഷൻ, എസ്കേപ്സ്, ഡെത്ത് ഇങ്ങനെയൊക്കെ പോകുന്ന ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഇത്തരത്തിൽ ഓരോ കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ സ്ലേവ്സിന് കുറേ കാലം കഴിഞ്ഞാൽ ഫ്രീഡം നൽകുന്ന ഒരു സിസ്റ്റമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റോമിൽ. സിസേറോ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ രാജാവ്, റോം ഭരിച്ചത് രാജാവ് 43 BC കാലഘട്ടത്തിൽ ഒരു റൂള് കൊണ്ടുവരികയാണെങ്കിൽ, ഒരു അഡ്രസ്സ്, ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്. ഫ്രൂഗൽ ആൻഡ് ഹാർഡ് വർക്കിംഗ്
ക്യാപ്റ്റീവ്സ് often gain their freedom within 6 years. 6 വർഷത്തിൽ വളരെ ഹാർഡ് വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ള സ്ലേവ്സിന് അടിമകൾക്ക് ഫ്രീഡം നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനമെല്ലാം സിസാറോ എന്ന് പറഞ്ഞ രാജാവ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഹെൻറിക് മോറിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 1/3 ഈ അടിമകളിലൊരു 1/3 ഭാഗം ഫ്രീഡം നേടിയിട്ട് മരിക്കുന്നു, ബാക്കിയുള്ളവർ അടിമയായി തന്നെ മരിക്കുന്നു, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അന്നത്തെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, റോമൻ പഴയകാല ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു അടിമയായിരുന്ന വ്യക്തി ഫ്രീ ആയാലും അതിനെ എക്സ് സ്ലേവ് അല്ലെങ്കിൽ ഫ്രീഡ് പേഴ്സൺ എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും ആ സ്ലേവ് എന്നുള്ളൊരു ബ്രാൻഡ് അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്ന റെക്കോർഡ്സ് ഒക്കെയാണ് നമുക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത്. ഇനി പലപ്പോഴും സ്ലേവ്സ് റെസിസ്റ്റൻസ് നടത്തിയിട്ടുണ്ട് ഈ ഒരു സമ്പ്രദായത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടും. അല്ലെങ്കിൽ ഈ സ്ലേവ്സിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ, അവർക്ക് പല രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവരും ഈ ട്രേഡ് വഴിയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നവർ, യുദ്ധം വഴി പിടിച്ചുകൊണ്ട് വരുന്നവരൊക്കെ ആയിരിക്കും പലപ്പോഴും അടിമകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ അടിമ ചന്തകളിലൂടെ കച്ചവടം ചെയ്തെടുക്കുന്ന സ്ലേവ്സ് എന്ന് പറയുന്നത് പലപ്പോഴും പല രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കും. അപ്പോൾ പല കൾച്ചറിൽ നിന്ന് വരുന്നവർ, പല ഭാഷ സംസാരിക്കാൻ അറിയുന്നവർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല രാജ്യങ്ങളിലുള്ള സ്ലേവ്സും തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടായിരിക്കുന്നൊരു സ്ഥിതി ഉണ്ട്. ഇത് പലപ്പോഴും ഇവർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ ഇവർക്കത് ഉപയോഗിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അവർക്കൊരു വ്യക്തിത്വം വന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തി സ്വത്വമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ പേര് പോലും അറിയപ്പെടില്ല. കാരണം അവരുടെ മാസ്റ്റർ ആരാണോ, ഉടമ ആരാണോ, അവരുടെ പേരിൻ്റെ കൂടെയാണ് ഇവർ അറിയപ്പെടുന്നത്. സ്ലേവ് ഓഫ് ഇന്ന മാസ്റ്റർ അങ്ങനെയാണ് അറിയപ്പെടുന്ന സിസ്റ്റമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും അത് പിടിക്കപ്പെടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി സ്ലേവ്സ് പല കാലഘട്ടത്തിൽ അവർ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് റിവോൾട്ട്സ് ഉണ്ടാവുന്നത് 130 BC-യിൽ 130 BC-യിൽ ഏതൻസിൽ ഉണ്ടായിരുന്ന സ്ലേവ്സ്, ഏതൻസിലെ മൈനിങ് ഫീൽഡിൽ ഉണ്ടായിട്ടുള്ള ഏതൻസിലെ സ്ലേവ്സ് ഇത്തരത്തിൽ രക്ഷപ്പെടാൻ ശ്രമം നടത്തുകയും അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ മാസ്റ്റേഴ്സിനെ കൊന്നിട്ട് രക്ഷപ്പെടുന്നൊരു സ്ഥിതി ഉണ്ട്. അവരൊരു വലിയ സിറ്റി ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, സൗണിയൻ എന്ന് പറയുന്ന സിറ്റി ക്യാപ്ചർ ചെയ്യുന്നൊക്കെ ഉണ്ട്. ദെൻ റോമിൽ സിസിലി സ്ലേവ് റിവോൾട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, സിസിലി സ്ലേവ് റിവോൾട്ട്. അതിൽ സ്ലേവ്സ് എസ്കേപ്പ് ചെയ്ത് പോകുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സ്ലേവ് റിവോൾട്ട്സുകളാണ് സിസീലിയൻ സ്ലേവ് റിവോൾട്ട് പറഞ്ഞു. 137 to 132 BC-യിലാണ് സിസീലിയൻ സ്ലേവ് റിവോൾട്ട് ഉണ്ടാവുന്നത്. ദെൻ സെക്കൻഡ് സിസീലിയൻ സ്ലേവ് റിവോൾട്ട് ഉണ്ടാവുന്നത് 104 BC-യിലാണ്. ദെൻ സ്പാർട്ടക്കസ് റിബലിയൻ ഉണ്ടാവുന്നത് 73 BC to 71 BC-യിൽ. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും പല രീതിയിലുള്ള സ്ലേവ് റിവോൾട്ട്സ് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഇനി ഈ സ്ലേവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗ്രീസും റോമനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രീസിലെ സ്ലേവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലോസ്ഡ് വൺ എന്നും, അതേസമയം റോമിലെ സ്ലേവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണെന്നാണ് പറയാം. കുറച്ചും കൂടെ തുറസായിട്ടുള്ള ഒന്ന് സ്ലേവ് സിസ്റ്റം നിലനിൽക്കുന്ന റോമിലും അടയ്ക്കപ്പെട്ടൊരു സ്ലേവ് സിസ്റ്റമാണ് ഗ്രീസിലെന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗ്രീസിലെന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സായിട്ട് വരുന്നവർക്ക് സിറ്റിസൺഷിപ്പ് നൽകുകയൊക്കെ ചെയ്യുമെങ്കിലും അവർക്ക് ഫുള്ളായിട്ടൊരു ഫ്രീഡം ഗ്രീസിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ലേവ്സ് ആയിട്ട് ജനിച്ചത് അവർക്ക് ഫ്രീഡം ലഭിച്ചാലും ഒരു ഫുള്ളായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. അതേസമയം റോമൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അടിമയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ദേ ആർ ഫ്രീ, അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ അവിടെ സിറ്റിസൺഷിപ്പ് നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് റോമും ഗ്രീസും തമ്മിലുള്ള വ്യത്യാസം. റോമിലെ കുറച്ചും കൂടി തുറസമായിട്ടുള്ളതും ഗ്രീക്കിലെ ഒരു ക്ലോസ്ഡ് സിസ്റ്റമായിരുന്നെന്ന് പറയുന്നത്. പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് ഈ സ്ലേവറി ഈ സ്ഥലങ്ങളിലൊക്കെ ഡിക്ലൈൻ ചെയ്ത് വരികയാണ്. അത് വളരെ കാലഘട്ടം കഴിഞ്ഞിട്ട് മിഡീവൽ കാലഘട്ടമൊക്കെ കഴിഞ്ഞ ഒരു മോഡേൺ പീരീഡിലൊക്കെ ലാസ്റ്റിലൊക്കെ 19th centuryയിലൊക്കെയാണ് ഈ സ്ലേവറി ഇൻ ഗ്രീസ് റോമനൊക്കെ ഡിക്ലൈൻ ചെയ്ത് വരുന്നത്. പിന്നെ മറ്റ് യൂറോപ്യൻ ബ്രിട്ടനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സ്ലേവറി അവസാനിക്കുന്നതിനേക്കാളും മുമ്പ് ഈ സ്ഥലങ്ങളിലൊക്കെ കുറഞ്ഞു വരുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നതായിട്ട് കണക്കാക്കാൻ സാധിക്കും. അതാണ് സ്ലേവറി ഇൻ ഗ്രീസ് റോമൻ എന്നൊരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.